നമുക്കിനി പമ്പയിലെ വിശേഷങ്ങൾ കൂടി അറിയണം. പമ്പ ഗണപതി ക്ഷേത്രമുണ്ട്, പമ്പ നദിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ശബരിമലയുടെ അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് കയറി പോകുന്നതിൻ്റെ കവാടം തന്നെയാണ് പമ്പ. അപ്പോൾ പമ്പയിലെ വിശേഷങ്ങളുമായി നമുക്ക് കിരൺകുമാർ ചേരുന്നു. സ്വാമി ശരണം കിരൺകുമാർ. പമ്പയിൽ നിന്നും ഈ പുലർച്ചെ എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിശേഷങ്ങൾ കിരൺ? വിനോദ്, ഇന്നലെ രാത്രി മുതൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പമ്പയിലേക്ക് അയ്യപ്പന്മാർ ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ രാവിലെ നോക്കിയാൽ തന്നെ വലിയൊരു തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപം വരെ മാത്രമാണ് അയ്യപ്പന്മാർക്ക് പ്രവേശനമുള്ളത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മാത്രമായിരിക്കും ഇവിടെ നിന്നും നീലിമലയിലേക്ക് സന്നിധാനത്തേക്ക് പിന്നീട് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതായത് നട തുറക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നോടിയായി മാത്രമായിരിക്കും അയ്യപ്പന്മാരെ കടത്തിവിടുകയുള്ളൂ. ഏതായാലും വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും പമ്പയിൽ തന്നെയാണ്. 7ഓളം കൗണ്ടറുകളാണ് ഇവിടെ വെർച്വൽ ക്യൂവിൻ്റെ സംവിധാനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി അയ്യപ്പന്മാരാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ പമ്പയിലേക്ക് എത്തി ഇവിടെ വിരിവെച്ച് കാത്തിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ മറ്റ് ചില ബുദ്ധിമുട്ടുകൾ, അതായത് അയ്യപ്പന്മാർക്ക് ഇപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മതിയായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതടക്കം ആ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ കാത്തിരിക്കുന്ന ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള അയ്യപ്പന്മാർക്ക് വേണ്ട രീതിയിൽ കുടിവെള്ളം പോലും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ വെർച്വൽ ക്യൂ, അതായത് അയ്യപ്പന്മാർക്ക് ദർശനത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് വെർച്വൽ ക്യൂവിൻ്റെ കൗണ്ടറുകൾ പോലും, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പോലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് ഉച്ച മുതൽ തന്നെ അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം നൽകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു കാഴ്ച തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കൂടാതെ തന്നെ പമ്പയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പമ്പയിലെ നടപ്പന്തലിൻ്റെ അടക്കം ഉള്ളൊരു കുറവുകൾ, നടപ്പന്തൽ കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന നടപ്പന്തലിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അത് ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. താൽക്കാലികമായിട്ടുള്ള നടപ്പന്തൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു തിരക്ക്, അയ്യപ്പ ഭക്തരുടെ ഒരു തിരക്ക് തന്നെയാണ് പമ്പയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ തന്നെ പമ്പയും പമ്പാ ക്ഷേത്ര പരിസരവും എല്ലാം അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞു. വൈകിട്ടാണ് അവിടെ സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റി വിടുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഭക്തരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരടക്കം പമ്പ സവിധം അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഇന്ന് തുടക്കമാണ്. വൈകിട്ട് 5 മണിക്ക് തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറക്കും. നട തുറന്ന് ദീപം തെളിയിച്ച് അയ്യപ്പസ്വാമിയെ ഭക്തജന സാന്നിധ്യം അറിയിക്കും. ആഴി തെളിയിച്ച ശേഷം 18ാം പടിയുടെ വാതിൽ ഭക്തർക്കായി തുറക്കും. നിയുക്ത ശബരിമല മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ ആകും ആദ്യം 18ാം പടി കയറുക.